ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പൊക്കുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊക്കുവട എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അത് കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു പൊക്കുവട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ വലുതും ചെറിയതും ആയിട്ടുള്ള ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ചെറുതിലൂടെയാണ് കേട്ടോ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളത്തിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. ഇനിയിപ്പോൾ ഇതിലുള്ള ആ ഒരു കറയൊക്കെ ഒന്ന് പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളം പോക്കിയതിന് ശേഷം ഞാൻ ഒരു തവണ കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴുകിയെടുത്താൽ മതി. നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം വേണം വേറൊരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിഴങ്ങ് മൊത്തത്തിന് ഞാൻ ഇവിടെ ഇതുപോലെ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കിഴങ്ങിലേക്ക് ഞാൻ ഇവിടെ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 5 പച്ചമുളക് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ടാകുമ്പോഴാണ് കേട്ടോ ഈ ഒരു പൊക്കുവട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയിലയും അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ആദ്യം കുറച്ച് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങിന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതിനനുസരിച്ച് വേണം നമ്മൾ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് അല്പം ലൂസിലാണ് കേട്ടോ ഇരിക്കുന്നത്. ബാക്കിയുള്ള കടലമാവ് കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടല്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആയിട്ടല്ല. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നുള്ളിയിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിന് വേണം കേട്ടോ നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വലിപ്പത്തിൽ ഇത് ചെയ്തെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു വലിപ്പത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഒരു ഭാഗം ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുന്ന സമയത്താണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും ചൂടോടെ കഴിക്കുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു പൊക്കുവട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.